ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു അടിപൊളി ഉന്നക്കായ ഉണ്ടാക്കി നോക്കിയാലോ? നിങ്ങൾ ഈ ഉന്നക്കായ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ മലബാറുകാരുടെ സ്വന്തം ഉന്നക്കായ്. എടോ, ഈ ഉന്നക്കായ്ക്കുണ്ടല്ലോ ഒരു ചരിത്രമുണ്ട്, അഥവാ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്ന് പറയാം. അതൊക്കെ നിൽക്കട്ടെ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ കുറച്ച് പഴമുണ്ടോ? കുറച്ച് പഴുത്ത പഴം, ഇന്ന് അതങ്ങ് എടുത്തോളൂ കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഈ ഒരു പഴുപ്പുള്ള പഴം വേണം എടുക്കാൻ. അതിന്റെ തലയും വാലൊക്കെ വെട്ടിയിട്ട് അതൊന്ന് അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അത് തിരികെ മാറ്റി വെച്ചോളൂ കേട്ടോ. ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്തിട്ട് നേരത്തെ തിരികെ വെച്ച തേങ്ങ ഉണ്ടല്ലോ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ 1 ടീസ്പൂൺ ഏലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഈ തേങ്ങയിലോട്ട് അലിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റവ് അങ്ങ് ഓഫാക്കി തരും കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പുഴുങ്ങിയ പഴം ഉണ്ടല്ലോ അതൊന്ന് ചാറിലിട്ട് അടിച്ചെടുക്കണം. ഇതാ ഈ ഒരു രൂപത്തിൽ വേണം കേട്ടോ. എണ്ണയുണ്ടല്ലോ കയ്യിൽ കുറച്ച് എണ്ണ തടവുക. ഇതാ ചെറിയ ഇതുപോലുള്ളൊരു ബോൾ എടുക്കുക. നന്നായി നമ്മൾ പഴം ഒന്നിങ്ങനെ പരുത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളെ തേങ്ങാ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്തിട്ട് രണ്ടറ്റം ഇങ്ങനെ കൂട്ടിമുട്ടിച്ചിട്ട് പതുക്കെ ഉന്നം പോലെ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഈ ഉന്നക്കായിന്ന് പേര് വന്ന അങ്ങനെ കേട്ടോ. നമ്മൾ ഉന്നത്തിന്റെ ഷേപ്പിലാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എണ്ണയിലോട്ടിട്ട് നമുക്ക് നല്ലപോലെ പൊരിച്ചങ്ങ് എടുക്കാം. ഈ എണ്ണയിലോട്ട് ഇടുമ്പോൾ സ്റ്റവ് ആദ്യം ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാൻ ശ്രദ്ധിക്കണം. സ്വാദിഷ്ടമായിട്ടുള്ള ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്കൊരു ലൈക്ക് തരണേ, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ.